ഇത് മകനെ സ്നേഹിച്ച ഒരമ്മയുടെ കഥയാണ്. പാപിയായ മകനെ ശപിക്കാതെ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരമ്മയുടെ അനുഭവ കഥ. മകന്റെ മൃതശരീരത്തിൽ ഒരമ്മ ഒഴിക്കുന്നതിലേറെ കണ്ണുനീർ ജീവിച്ചിരിക്കുന്ന മകന് വേണ്ടി കരഞ്ഞു തീർത്ത ഒരമ്മയുടെ പ്രത്യാശയുടെ കഥ. സ്വന്തം കണ്ണീരുകൊണ്ട് താൻ നൊന്നുപെട്ട മകനെ പ്രത്യേക ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വഴി നടത്തിയ വിശുദ്ധ മോനിക്കയുടെ കഥ. കൊരട്ടി ഫൊറോന സെന്റ് ജോൺ നഗർ സെന്റ് ജോസഫ് ചർച്ച് വിമൻ വെൽഫെയർ അവതരിപ്പിക്കുന്നു കണ്ണീരിൽ കുരുത്ത വിശുദ്ധി. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ എന്ത് ചെയ്യും? ഓരോ ദിവസം കഴിയുന്തോറും അഗസ്റ്റിൻ പാവത്തിന്റെ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അവരെ പറ്റി ആർക്കും ഒരു നല്ലതും പറയാനില്ല. മദ്യത്തിന്റെ ലഹരിയിൽ അവർ ചെയ്യുന്ന അതിക്രമങ്ങൾ മറ്റുള്ള പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. എത്ര വൈകിയാലും എന്റെ ഭർത്താവ് പാട്രീഷ്യത്തിനെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് എടുപ്പിച്ചതുപോലെ എന്റെ അഗസ്റ്റിനെയും അങ്ങേ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ. ഈശ്വരൻ അങ്ങയുടെ മനുഷ്യബന്ധത്താൽ അവനെ വീണ്ടെടുക്കണമേ. നിങ്ങൾക്ക് ഏത് നേരത്ത് തന്നെയാണോ പണി? പ്രാർത്ഥന പോലും പ്രാർത്ഥന. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നെ കുടിക്കുകയും ചെയ്യും. ചിലപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഒപ്പം കഴിഞ്ഞെന്നും വരും. നിങ്ങളെ ബോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മാറി നിൽക്കാൻ അവരും അവരുടെ ബൈബിള്. മകളെ ഓനിക്കാം, നിന്റെ മകനെ സഹായിക്കാൻ ഞാനുണ്ട് കൂടെ. സമാധാനമായിരിക്കുക. നീ എവിടെ പോയാലും എന്നെ കാണുമെന്ന് നിനക്ക് ഞാൻ ഉറപ്പു നൽകും. മിലാനിലേക്ക് പോയ അഗസ്റ്റിൻ അവിടെ മെത്രാനായ മാർ അംബ്രോസിനെ കാണുന്നു. പിതാവേ, ഇതാണ് അഗസ്റ്റിൻ. ആൻഫ്രാനിസം ഭാഷണങ്ങളുടെ പ്രചാരകതയിൽ മുൻപന്തിയിലുള്ള ആളാണ് അഗസ്റ്റിൻ. ഞാൻ താങ്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനും നിങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. പണത്തിന്റെയും സുഖത്തിന്റെയും പിന്നാലെ നടക്കുന്നത് ശരിയല്ലേ? ശരി, അത് ശരി തന്നെ. നിങ്ങൾ മാണിക്യസുകാർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സത്യം. ഞങ്ങൾ സത്യത്തെ തേടുന്നു. ഇല്ല അഗസ്റ്റിൻ, അത് സാധിക്കില്ല. മനുഷ്യന് സത്യത്തെ കണ്ടെത്താൻ സാധിക്കില്ല. സത്യം അവനെ കണ്ടെത്താൻ അവൻ അനുവദിച്ചാലല്ലാതെ. അഗസ്റ്റിൻ, എടുത്തു വായിക്കൂ. അഗസ്റ്റിൻ, എടുത്തു വായിക്കൂ. അഗസ്റ്റിൻ, എടുത്തു വായിക്കൂ. രാത്രി കഴിയാറായി. പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഗസ്തീനോസിനെ സ്നാനപ്പെടുത്തുന്നു. ഞാൻ എന്നെ നശിപ്പിച്ചു. എൻ്റെ സൃഷ്ടാവ് ഇന്നിതാ എന്നെ പുനർജീവിപ്പിച്ചിരിക്കുന്നു. മകനെ, ഈ ഭൂമിയിലുള്ള യാതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. എന്റെ ജീവിത നിയോഗം പൂർത്തിയായിരിക്കുന്നു. എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ വയ്യ. അവളുടെ വാക്കുകളും നോട്ടങ്ങളും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ഞാനിന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങ് എനിക്ക് ഇങ്ങനെയൊരു അമ്മയെ തന്നതിനാലാണ്. വേദപാരംഗതനായ ദൈവശാസ്ത്രജ്ഞൻ വിശുദ്ധ അഗസ്തീനോസ്. മധുബഹായി ഉയരുന്ന ധൂപം പോൽ ദൈവസ്നേഹത്തിൽ നിന്നകന്ന് ദുശ്ശീലങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന സ്വന്തം മക്കൾക്ക് വേണ്ടി കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ കർത്താവിലേക്ക് ഉയർത്തുന്ന ഒരുപാട് മോനിക്കമാർ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ദൈവമേ, ഈ പൈസ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ തന്നെ പറ്റണേ കർത്താവേ, നീ സഹായിക്കണേ. ചാച്ചൻ വെറുതെ വന്നതാടാ. പിന്നെ അന്വേഷിച്ചായിരുന്നു. അങ്ങനെ വേറൊരു പണിയില്ലേ? അങ്ങനെ പറയില്ലടാ. നിങ്ങൾ രണ്ടാളും കുഞ്ഞുങ്ങളായിരിക്കും. അപ്പച്ചൻ മരിച്ചുപോയി. നിങ്ങളെ വളർത്താൻ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ചാച്ചൻ എത്രയോ പ്രാവശ്യം സഹായിച്ചിരിക്കുന്നു. ഒടുവിൽ നിനക്കൊരു ജോലി തരപ്പെടുത്തി തന്നു. നീ കള്ളും കുടിച്ച് ബഹളുണ്ടാക്കി ആ ജോലി കാട്ടിക്കളഞ്ഞു. എന്താ മോനെ നീ ഇങ്ങനെ? ഒന്ന് നന്നാവടാ, നീ ഒന്ന് നന്നാവടാ. ഒന്ന് നിർത്ത എൻ്റെ തല്ലേ. അതെ,
എനിക്ക് കുറച്ച് പൈസ വേണം. ചാച്ചൻ വന്നപ്പോ എന്തെങ്കിലും തന്നാണല്ലോ? പൈസ തന്നില്ല മോനെ. ചാച്ചൻ വെറുതെ വന്നതാ, നിന്നെ ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചു വന്നതാ. ചാച്ചൻ ഒന്നും തന്നില്ലടാ. എന്താ നിങ്ങളുടെ കയ്യില്? ഒന്നുമില്ലടാ ചാച്ച, ഒന്നും തന്നില്ലടാ. കണ്ടേ, പൈസ അല്ലേ ഇത്? ഇല്ലടാ, കാശല്ലടാ. ഇല്ലടാ, ഞാൻ തരില്ല മോനെ. ഇത് കൊച്ചിന് ഫീസ് അടക്കണം മോനെ. ആ കാശിന് താടാ, കൊച്ചിന് ഫീസ് അടയ്ക്കാനുള്ള കാശാണ്. ഇന്ന് താടാ മോനെ. ദൈവമേ, എന്റെ മോൻ. അമ്മേ, അമ്മേ, എന്റെ തേച്ച ഷർട്ട് എവിടെ? അമ്മ എവിടെ? ഈ തള്ള ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അമ്മേ, എന്റെ അമ്മേ. എന്നോട് ക്ഷമിക്കണേ.